ഇന്ന് നമുക്ക് മലബാറിലെ ഒരു സ്പെഷ്യൽ വിഭവമായ കായ്പൊളി ഉണ്ടാക്കിയാലോ. അതിനായി നമ്മൾ ആവശ്യത്തിന് നേന്ത്രപ്പഴം എടുക്കുക, എന്നിട്ട് അത് കുനുകുന അരിഞ്ഞു വെക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് മുട്ട എടുത്തിട്ട് ഒരു 3 മുട്ട അല്ലെങ്കിൽ ഒരു 4 മുട്ടയൊക്കെ മതിയാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാലും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഇതിൽ ഏലക്കാപ്പൊടി ഇഷ്ടമുള്ളവർ അതുകൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. ഇത് നന്നായി നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കണം. ഇത് നെയ്യ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നെയ്യിൽ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇവിടെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിലാക്കുന്നത്. അത് കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പഴം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴം നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് അത് ആ നേരത്തെ തയ്യാറാക്കിയ മിക്സിലേക്ക് ചേർത്ത് വെക്കണം. ഇനി വേറെ പണികളൊന്നുമില്ല. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് പഴക്കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.